നമസ്കാരം. റഷ്യയും യുക്രൈനും തമ്മിൽ കഴിഞ്ഞ 2.5 വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴി തുറക്കുമോ എന്നാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയും യുണൈറ്റഡ് കിങ്ഡവും യുക്രൈന് നൽകിയ ലോങ് റേഞ്ച് മിസൈലുകൾ റഷ്യൻ ടെറിട്ടറിയിലേക്ക് തൊടുത്തുവിടാൻ അമേരിക്കയും യുണൈറ്റഡ് കിങ്ഡവും ഇതുവരെ യുക്രൈന് പെർമിഷൻ കൊടുത്തിരുന്നില്ല. റഷ്യ യുക്രൈൻ്റെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ ഒന്നൊന്നായി പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ അമേരിക്കയും യുണൈറ്റഡ് കിങ്ഡവും അവർ യുക്രൈന് നൽകിയ ലോങ് റേഞ്ച് മിസൈലുകളായ ATACMS അതുപോലെ സ്റ്റോം ഷാഡോസും റഷ്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഉപയോഗിക്കാൻ യുക്രൈന് പെർമിഷൻ കൊടുക്കുന്ന കാര്യത്തെപ്പറ്റി ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 2 ലോങ് റേഞ്ച് മിസൈലുകളും ഉപയോഗിച്ച് യുക്രൈൻ റഷ്യക്കുള്ളിൽ ആക്രമണം നടത്തുകയാണെങ്കിൽ നാറ്റോക്കെതിരെ ന്യൂക്ലിയർ വാറിന് പോലും തയ്യാറാണെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈയിടെ ഭീഷണി മുഴക്കിയത്. റഷ്യൻ പ്രസിഡന്റിൻ്റെ ഭീഷണിക്ക് മുമ്പിൽ പകച്ചുപോയ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും UK പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമനും ഈ ലോങ് റേഞ്ച് മിസൈലുകൾ റഷ്യൻ ടെറിട്ടറിയിലേക്ക് തൊടുത്തുവിടാൻ യുക്രൈന് ഇതുവരെ പെർമിഷൻ കൊടുത്തില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അമേരിക്കയും UKയും ഈ മിസൈലിൻ്റെ കാര്യത്തിൽ എടുക്കുന്ന തെറ്റായ തീരുമാനം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കും എന്നാണ് പല രാഷ്ട്രീയ പണ്ഡിതന്മാരും അതുപോലെ ഡിഫൻസ് എക്സ്പേർട്ടും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്.